വടക്കരെ നോക്കിയിരിക്കുന്ന ഒരു ഗ്രാമം എന്താണെന്നല്ലേ? ഞങ്ങളുടെ നാട്ടിൽ പത്തനംതിട്ട ജില്ലയിൽ ഓമല്ലൂർ മഞ്ഞിനിക്കരയിലെ ഒരു ദേറയുണ്ട്. ഈ ദേറയിൽ വടക്ക് നിന്ന് ധാരാളം തീർത്ഥാടകർ ഫെബ്രുവരി മാസം വരാറുണ്ട്. അതെന്തിനാണെന്നല്ലേ? മോർ സ്തേവാനോസ് കത്തീഡ്രൽ വികാരി അതിൻ്റെ ചരിത്രം നിങ്ങളോട്ടൊന്ന് പങ്കുവെക്കുന്നതാണ്. ആഗമാന സുറിയാനി സഭയുടെ ഭാഗമായ മലങ്കര സഭയിൽ അസമാധാനത്തിൻ്റെ വിത്ത് ഉണ്ടായ സമയത്ത് സഭയിൽ സമാധാനം സ്ഥാപിക്കുവാനായി ആഗമാന സുറിയാനി സഭയുടെ തലവൻ പരിശുദ്ധ മൊറാൻ മോർ ഇഗ്നാത്യോസ് ഏലിയാസ് തൃതീയൻ പാത്രിയർക്കീസ് ബാവ അന്നത്തെ ഇന്ത്യൻ വൈസ്രോയി ആയിരുന്ന ഇർവിൻ പ്രഭുവിൻ്റെ നിർദ്ദേശപ്രകാരം ഭാരതത്തിലേക്ക് എത്തിച്ചേർന്നു. 1931 മാർച്ച് മാസത്തിൽ അദ്ദേഹം കറാച്ചി തുറമുഖത്ത് എത്തുകയും അവിടെ നിന്ന് മലങ്കര സഭയിൽ എത്തിച്ചേരുകയും ഇവിടെ സമാധാന ശ്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. അങ്ങനെ 1932 ഫെബ്രുവരി മാസത്തിൽ മഞ്ഞിനിക്കര ഇലവനാമണ്ണിൽ ES കുര്യാക്കോസ് കത്തനാർ പാണമ്പടി പള്ളിയിൽ വെച്ച് ബാവായോട് മഞ്ഞിനിക്കര പള്ളി സന്ദർശിക്കണമെന്നുള്ള ആഗ്രഹം അറിയിക്കുകയും 1925 മാത്രം സ്ഥാപിതമായതും വളരെ ചെറുതുമായ മോർ സ്തേഫാനോസ് പള്ളിയിലേക്ക് അച്ഛൻ്റെ ആവശ്യപ്രകാരം എഴുന്നള്ളി വരികയും ചെയ്തു. അങ്ങനെ ഓമല്ലൂരിലെ എല്ലാ മതവിഭാഗങ്ങളും എല്ലാ ദേശവാസികളും ചേർന്ന് പരിശുദ്ധ ബാവായെ മഞ്ഞിനിക്കരയിലേക്ക് സ്വീകരിച്ചു. അദ്ദേഹത്തിൻ്റെ ഇവിടുത്തെ താമസ കാലയളവ് വെറും 2 ദിവസം മാത്രമായിരുന്നു. ഫെബ്രുവരി മാസം 13-ാം തീയതി ഞായറാഴ്ച അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. അഭിമന്യ പിതാവ് കാലം ചെയ്ത് മഞ്ഞിനിക്കര സ്തേഫാനോസ് പള്ളിയുടെ വടക്ക് വശത്തായിട്ടുള്ള സ്ഥലത്ത് ഇലവനാമണിൽ കുര്യാക്കോസ് കത്തനാരും കുടുംബവും നൽകിയതായ പരിശുദ്ധ സിംഹാസനം സമർപ്പിച്ചതായ സ്ഥലത്ത് അദ്ദേഹത്തെ കബറടക്കം ചെയ്തു. അതിനുശേഷം മഞ്ഞിനിക്കരയിൽ ഒരു ദേറ സ്ഥാപിതമാവുകയും കബറിനോട് ചേർന്ന് മോർ ഇഗ്നാത്യോസ് നൂറോനോയുടെ നാമത്തിൽ ഒരു ദേവാലയം സ്ഥാപിതമാവുകയും ചെയ്തു. തീർത്ഥാടകർ എല്ലാ വർഷവും മഞ്ഞിനിക്കര കബറിങ്കിലേക്ക് കാൽനടയായിട്ട് കടന്നു വരുന്നു. പരിശുദ്ധ ബാവയുടെ കബറിൽ മുത്തി അനുഗ്രഹം പ്രാപിക്കുവാൻ വേണ്ടിയാണ് ഈ തീർത്ഥാടകർ കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റം മുതൽ ഉള്ള പ്രദേശങ്ങളിൽ നിന്ന് കാൽനടയായി നടന്ന് ഏകദേശം ഏറ്റവും വലിയ തീർത്ഥാടക സംഘം 400 കിലോമീറ്ററോളം നടന്നു വരുന്നവരാണ് ഏറ്റവും ദൂരത്ത് നിന്ന് വരുന്നതായ തീർത്ഥാടക സംഘം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അതുപോലെ തന്നെ ബാവായുടെ ജന്മദേശത്ത് നിന്നും അതുപോലെ തന്നെ പരിശുദ്ധ സുറിയാനി സഭയുടെ വിശ്വാസികളുള്ള മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്നുമൊക്കെയും തീർത്ഥാടകർ മഞ്ഞിനിക്കരയിൽ എത്തിച്ചേരുന്നു. ഈ വർഷം 2025 ഫെബ്രുവരി 7-ാം തീയതിയാണ് പെരുന്നാൾ ആഘോഷിക്കുന്നത്. 7-8 എല്ലാ വർഷവും ഫെബ്രുവരി മാസം 13-ഉം 14-ഉമാണ് പെരുന്നാളായിട്ട് ആഘോഷിക്കുന്നതെങ്കിലും എല്ലാ ഫെബ്രുവരിയിലെയും 2-ാം ശനിയാണ് അവർ കൂടുതലായിട്ടും തിരഞ്ഞെടുക്കുന്നത്. ദൂരെ നിന്നുള്ള സ്ഥലത്ത് ആൾക്കാർക്ക് ഇവിടെ വന്ന് സഹകരിച്ചിട്ട് പോകാനുള്ള സമയത്തിന് വേണ്ടിയാണ് 2-ാം ശനി തയ്യാറെടുക്കുന്നത്. അപ്പോൾ 2-ാം ശനി എന്ന് പറയുമ്പോൾ 7 ദിവസത്തോളം പെരുന്നാൾ അവിടെ നടക്കുന്നുണ്ടെങ്കിലും ഈ വർഷം 7-8-നുമാണ് ആഘോഷം നടക്കുന്നത്. കബറിങ്കൽ തുറന്ന് ആൾക്കാർക്ക് സന്ദർശിക്കാൻ സാധിക്കുന്നത്. ലക്ഷക്കണക്കിന് തീർത്ഥാടകർ ഈ 2 ദിവസവും ഇവിടെ എത്തുന്നുണ്ട്. ലക്ഷക്കണക്കിന് തീർത്ഥാടകർ 2 ദിവസം ഇവിടെ എത്തുന്നു, സ്റ്റേ ചെയ്യുന്നു, ബാവായി വണങ്ങിയിട്ട് മടങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വർഷങ്ങളായിട്ട് നമ്മൾ കാണുന്ന ഒരു കാഴ്ചയാണ് ഇത്രയും തിരക്ക്. അപ്പോൾ ഈ കാണുന്നത് സെമിത്തേരിയാണ്. ഈ സെമിത്തേരി ഇപ്പോൾ കാണിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ 2 ദിവസം അത് പട്ടുമെത്ത തന്നെയാണ്. എല്ലാവരും വിശ്രമിക്കാനൊക്കെ വന്നിരിക്കുകയാണ്. ധാരാളം സ്ഥലം അവിടെ ചുറ്റുപാടുള്ള വീടുകൾ, സ്ഥലങ്ങൾ എല്ലാം ക്രമീകരിച്ചിട്ടുണ്ടെങ്കിലും ഇതിലൊന്നും താങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള ജനസാഗരമാണ് അവിടെ വരുന്നത് ഈ 2 ദിവസം. അപ്പോൾ എല്ലാ സ്ഥലത്തും അവർ കിടക്കും. ഒരുപാട് കടകളും കാര്യങ്ങളും എല്ലാം അവിടെയുണ്ട്. ഈ 2 ദിവസം ഇത്രത്തോളം കച്ചവടം നടക്കുന്ന ഒരു സ്ഥലമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം അത്രത്തോളം കടകൾ, ചെറുകടകൾ, അവിടെ വരുന്ന കടകളിലെല്ലാം കച്ചവടം നടക്കാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും അവിടെ സ്വാഗതമാണ്. 2 ദിവസം വലിയ ആഘോഷമായിട്ടാണ് ഞങ്ങൾ നടക്കുന്നത്. എല്ലാ ക്രമീകരണങ്ങളും അവിടെ നടക്കുന്നുണ്ട് ഫെബ്രുവരിയിൽ. പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ കടകളും കാര്യങ്ങളും ആഹാരങ്ങളും എല്ലാം അവിടെ വേണ്ടവിധം ക്രമീകരിച്ചിട്ടുണ്ട്. അതിനുശേഷം ഈ ഗ്രൗണ്ടൊക്കെ അവിടെ പണി നടക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവിടുത്തെ ഒരു പാർക്കിംഗ് ഗ്രൗണ്ട് ഇപ്പോൾ കാണിക്കാം. ആ പാർക്കിംഗ് ഗ്രൗണ്ടിൽ എൻ്റെ ഒരുപാട് വീഡിയോകൾ ചെയ്യുന്നൊരു ഗ്രൗണ്ടാണ്. ഇവിടെ എൻ്റെ പാർക്കിംഗ് ഗ്രൗണ്ടാണ്. ഇതുപോലത്തെ ഒരുപാട് ഗ്രൗണ്ട് അവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ചാലിങ്കര പള്ളിയാണ്. ഈ ചാലിങ്കര പള്ളിയിലാണ് കൂടുതൽ ആൾക്കാരും വിശ്രമിക്കാൻ വരുന്നത്. അവിടെ എല്ലാവർക്കും വരുന്നവർക്കെല്ലാം ആഹാരവും ക്രമീകരിച്ചിട്ടുണ്ട്. പിന്നെ ബാക്കി വിശ്രമിക്കാനുള്ള എല്ലാ ഫെസിലിറ്റികളും ഉള്ള ഒരു പള്ളി തന്നെയാണ് ഈ ചാലിങ്കര പള്ളി.